നമസ്കാരം. ഭരണി നക്ഷത്രക്കാരുടെ 1201 ആണ്ട് ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഓ മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3-ൽ വ്യാഴവും 12-ൽ ശനിയും 11-ൽ രാഹുവും നിൽക്കുന്നതായ ഒരു സമയമാണ്. 3-ലേക്ക് വ്യാഴം നീങ്ങുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. മനസ്സിനെ പലപ്പോഴും പല കാര്യങ്ങളും ആലോചിച്ച് പല വിധത്തിലും വിഷമങ്ങൾ, ടെൻഷനുകൾ നേരിടേണ്ടതായ സാഹചര്യം, അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. എപ്പോഴും പല കാര്യങ്ങളാലും വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാനും വിചാരിച്ച കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സമയം അല്പം നീണ്ടുപോയി എന്നും വരാവുന്നതാണ്. എന്നാൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ പ്രതിസന്ധികൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശ്രദ്ധയോടെ തന്നെ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ പ്രതിസന്ധികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ടെൻഷൻ ഇതുമൂലം വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങുകയെ അല്ലെങ്കിൽ ഏറ്റെടുക്കുകയെ വേണ്ട എന്നല്ല, മറിച്ച് പലതരം തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് എന്നുള്ളതാകുന്നു. വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തതായ അവസ്ഥ ചില സമയങ്ങളിൽ വന്നു ചേർന്നു എന്നും വരാം. രോഗങ്ങൾ അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ചില അവസരങ്ങളിൽ കൂടുതലാകുന്നു. പ്രത്യേകിച്ചും കാലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞരമ്പുമായി ബന്ധപ്പെട്ട് അത്തരം സംബന്ധമായ രോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഒരൽപ്പം കൂടുതലാകുന്നു. സാമ്പത്തിക തടസ്സം നേരിടുവാനുള്ള സാധ്യതകൾ ചില അവസരങ്ങളിലുണ്ട്. കയ്യിൽ എത്തുന്നതായ പണം അത് തട്ടിത്തെറിച്ച് പോകുന്നതായ അവസ്ഥ, അതായത് പണം ചില അവസരങ്ങളിൽ കടന്നു വരും എങ്കിലും അത് കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ ഉണ്ടായി എന്ന് വരാം. 1-ൽ കൂടുതൽ തവണ അത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. അതായത് പ്രതീക്ഷിക്കുന്ന സമയത്ത് ധനം ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. അതായത് അമിതമായ ചെലവ് നിയന്ത്രിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ ഒരു പരിധിവരെ സാധിക്കുന്നതുമാണ്. അതിനാൽ നിങ്ങൾ തളരേണ്ടതില്ല എന്നുള്ളതാണ്. വീണ്ടും പരിശ്രമിക്കുക. പൂർണ്ണമായും ലഭിച്ചില്ല എങ്കിലും അതായത് പരിശ്രമം നിങ്ങൾക്ക് വിഫലമാകില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും ലഭിച്ചില്ല എങ്കിലും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ലഭിക്കാവുന്നതുമാണ്. ശിരസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തലവേദന, ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പഠിച്ചതായ കാര്യങ്ങൾ മറന്നു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില ടെൻഷനുകൾ, പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ എന്ന ചിന്ത അലട്ടുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അത്ര ശുഭകരമല്ലാത്തതായ ഫലങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, രാഹുവിനാൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായി തന്നെ മാറും എന്നുള്ളതാണ്. തന്മൂലം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ തരണം ചെയ്യാനും ഈ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പണം, ലാഭം തുടങ്ങിയ കാര്യങ്ങൾ രാഹുവിനാൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാകുന്നു. അത്തരം അവസരങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രധാനമായും നിങ്ങൾക്ക് ഞാൻ ഈ പരാമർശിക്കുന്ന മാസങ്ങളിൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, അരിഷ്ടതകൾ ഉണ്ടാകും എങ്കിലും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ധനം വരികയും
എന്നാൽ അശ്രദ്ധയാൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കന്നിമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടുവാനും സമാധാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറും. തുലാമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദൂരയാത്രകൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറാം. അന്യസ്ഥലത്ത് താമസിക്കുവാൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ ഒരു സാഹചര്യം, പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ അത്തരത്തിൽ മാറി നിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേർന്നു എന്ന് വരാം. അവിടെ സെറ്റിലാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രോഗ അരിഷ്ടതകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്രമേൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു മാസമായി തന്നെ മാറാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. മകരമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാക്കുന്നു. ഇവർ വിചാരിക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ വന്നു ചേരുന്നതായ ഒരു സമയമായി തന്നെ മാറും. കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി കടന്ന് വരാവുന്നതായ ഒരു സാഹചര്യം വന്നു ചേർന്നു എന്ന് വരാം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയമാകുന്നു. കാര്യവിജയങ്ങൾ നേടുവാനും തടസ്സങ്ങളകന്ന് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മകരമാസം മാറും. കുംഭമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയാണ് ഫലമായി വന്നു ചേരുക. ആരോഗ്യപരമായ ഉയർച്ച പോലും വന്ന് ചേരുന്നതായ ഒരു മാസം. കുടുംബത്തിന് വളരെയധികം പുരോഗതി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറാം. മീനമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചെലവ് അധികരിക്കും എങ്കിലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്ഥാനചലനം, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു മാസമായി തന്നെ മാറാം. എന്നാൽ തൊഴിൽ, പ്രമോഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം സംഭവിക്കും. മേടമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. മനോവിഷമങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാണ്. ഇടവമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുടുംബത്തിന് ദോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ വാക്കുകളാലോ പ്രവൃത്തികളാലോ വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഈ ദോഷകരമായ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. മിഥുനമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനപരമായ ഉയർച്ച, കർമ്മവുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ അഥവാ കർമ്മ പുരോഗതി വന്ന് ചേരാവുന്ന ഒരു മാസമായി തന്നെ മാറാം. സൽകീർത്തി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു മാസമായി തന്നെ മാറും. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബന്ധുവിരോധം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അമ്മ വഴി അരിഷ്ടതകൾ സംഭവിക്കുക, അതായത് അമ്മയുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എങ്കിലും ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ വളരെയധികം പുലർത്തേണ്ട സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു മാസമായി തന്നെ മാറും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ഈ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യാനും ഈ വർഷം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട പരിഹാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വിഷ്ണു സഹസ്രനാമ ജപം നിത്യവും നിങ്ങൾ ചെയ്യുന്നത് ശുഭകരമാണ്. സാധിക്കുന്നില്ല എങ്കിൽ നിത്യവും കേൾക്കുവാനായി ശ്രദ്ധിക്കണം. ശാസ്താപ്രീതി വരുത്തേണ്ടതായ ഒരു വർഷം തന്നെയാണ് ഇത്. സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ചും മാസത്തിൽ ഒരിക്കൽ നീലാഞ്ജന സമർപ്പണം നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ജന്മനക്ഷത്ര ദിവസം ചെയ്യുവാൻ ശ്രമിക്കണം. ദേവീക്ഷേത്രത്തിൽ വെള്ള പുഷ്പം കൊണ്ട് അർച്ചന നടത്തേണ്ടതായ വർഷമാണ്. അതും നിങ്ങളെ ജന്മനക്ഷത്ര ദിവസമോ ചൊവ്വ, വെള്ളി ദിവസമോ നിങ്ങൾക്ക് നടത്താം. മുരുക ക്ഷേത്രത്തിൽ മക്കളുടെ പേരിൽ, സന്താനങ്ങളുടെ പേരിൽ വേൽ സമർപ്പണവും ഷഷ്ടിവ്രതവും നിങ്ങൾ അനുഷ്ഠിക്കുക. കൂടാതെ കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ഗ്രാമദേവതയെയും ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ കാര്യം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷം ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത്
മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും.